നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് SEO കുറിച്ചാണ്. അതും ലോക്കൽ SEO എന്താണെന്നുള്ളത്. അത് ഇനിയും നമ്മൾ SEO ടോപ്പിക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത് SEO കുറിച്ചാണ്. എന്താണ് ഓഫ് പേജ് SEO, പിന്നെ ഒരു ടെക്നിക്കൽ SEO, ഓൺ പേജ് SEO, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നും പറയാൻ പോകുന്ന SEO ആണ്. SEO ലോക്കൽ SEO എന്നുള്ള കാറ്റഗറിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ പല ആൾക്കാരും ഒരു ഇഷ്യൂസ് പറഞ്ഞിരുന്നു. വോയിസിന് എന്തുണ്ട് ഇഷ്യൂസ് ഉണ്ട്, വോയിസ് എന്ത് ചെയ്യണം, മൈക്കൊക്കെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന്. അപ്പോൾ ആ ഇഷ്യൂ കൂടി നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പുതിയ മൈക്കൊക്കെ മേടിച്ച് ഒരു നല്ല രീതിയിൽ ഇപ്പോൾ വോയിസ് റെഡിയാണെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇത് ഓക്കെയാണ്, വോയിസ് ഓക്കെ ആണെങ്കിൽ വോയിസ് ഓക്കെ ആണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൂടുതൽ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ അതെ, നമ്മൾ ഒരുപാട് എല്ലാ വീഡിയോയിലും കറക്റ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ നമ്മൾ പറയുന്ന ഒരുപാടുണ്ട്. അപ്പൊ ഇനിയും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങളും അതേപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് അറിയിക്കാം, കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് അതിനനുസരിച്ച് നമുക്ക് തരാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പറയാ. അതിന് വേറെ ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്, എന്തെങ്കിലും ടോപ്പിക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലായിട്ടില്ല അതൊന്നും കൂടി റിവൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്, നമ്മൾ ചെയ്തു തരുന്നതാണ് അല്ലേ? ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് ലോക്കൽ SEO എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് പറഞ്ഞു. ഇപ്പൊ ലോക്കൽ SEO എന്ന് പറയുന്നത് ഇപ്പോ അതിന്റെ പേര് പോലെ തന്നെ ഇപ്പൊ ഏതെങ്കിലും ലോക്കൽ ഒരു ഏരിയനെ ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ലോക്കൽ SEO എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ഒരു ലോക്കൽ ഏരിയയിൽ ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ആ ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങി, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണ്ട കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് തുടങ്ങിയ ഉടനെ നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഈ ലോക്കൽ SEO ചെയ്യുന്നത് വഴി നിങ്ങളുടെ ആ ഒരു ലോക്കൽ ഏരിയയിലുള്ള ആ ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി വരുന്ന ഒരു കസ്റ്റമേഴ്സ്, അവരെ നമുക്ക് ഈ ലോക്കൽ SEO വഴി നമുക്ക് എത്തിക്കാൻ പറ്റും. ഈ ലോക്കൽ SEO ഉദ്ദേശിക്കുന്നത് മെയിൻ നമ്മുടെ ഗൂഗിളിന്റെ മാപ്പ് ഉണ്ടല്ലോ, ഗൂഗിൾ മാപ്പിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണ്, ഏതെങ്കിലും സ്ഥലത്ത് പോകുന്ന സമയത്ത് നിങ്ങളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഹോട്ടൽ എടുക്കാം, നിങ്ങൾക്ക് ഒരു ഫുഡ് കഴിക്കണം എന്ന് ഒരാഗ്രഹമാണ്. അപ്പൊ ഫുഡ് കഴിക്കണം എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫോൺ എടുത്തിട്ട് ഹോട്ടൽ ഇവിടെ അടുത്തുള്ള ഹോട്ടൽ എവിടെയാന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി കഴിക്കണം വിചാരിക്കും. ഇപ്പൊ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യും, സെർച്ച് ചെയ്തു ഗൂഗിളിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സെർച്ച് ചെയ്യുന്നതൊക്കെ എന്താണ്, പ്രൊഡക്റ്റിന്റെ പേര് വെച്ചിട്ടായിരിക്കും നമ്മൾ സെർച്ച് ചെയ്യാം. ഒരിക്കലും നമ്മളൊരു ഹോട്ടലിന്റെ പേര് വെച്ചിട്ട് സെർച്ച് ചെയ്യാന്നുള്ളത് വളരെ അതായത് അറിയാവുന്ന ആൾക്കാർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത്. അല്ലാത്ത കേസിൽ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നല്ല ബിരിയാണി കോഴിക്കോട് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും വരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ ബെസ്റ്റ് ബിരിയാണി ഇൻ കോഴിക്കോട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്ത് കാണും. ആ ലിസ്റ്റ് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലോക്കൽ SEO ചെയ്താൽ മാത്രം. അപ്പോ ഈ ലോക്കൽ SEO നമ്മൾ ചെയ്യുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ തന്നെയാണ്, അതായത് SEO തന്നെയാണ്. SEO തന്നെ വേറൊരു വെർഷൻ ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സെർച്ച് എഞ്ചിൻ, നമ്മൾ പഠിച്ചു വന്ന സെർച്ച് എഞ്ചിൻ ഏതായിരുന്നു, ഗൂഗിൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലോക്കൽ SEO ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിന്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, എന്താണ് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോം അത് എങ്ങനെയാണ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ഗൂഗിൾ മൈ ബിസിനസ് എന്നുള്ളത് മസ്റ്റ് ആയിട്ടും എല്ലാ ബിസിനസ്സിലും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒന്നാണ് അല്ലെ? കാരണം നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവമാണ്. കാരണം പല ആൾക്കാരുണ്ട് ഇപ്പോഴും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ എന്തില്ല, ഈ ഗൂഗിൾ മൈ ബിസിനസ് എന്താ അറിയില്ല, ഈ SEO എന്താ അറിയില്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് സംഭവം തന്നെ തൊട്ടുണ്ടാവില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ അവർ മാർക്കറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. ഇല്ല, കുറെ ആൾക്കാരായിരുന്നു കുറച്ച് ഒന്നും കൂടി ഗ്രോത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഗൂഗിൾ മൈ ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സർവൈവ് ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമാണ്. പെട്ടെന്ന് നമ്മൾ, അതായത് നിങ്ങൾക്ക് ഒരു 1 year എടുക്കുന്ന സംഭവം ഒരു 6 months എന്ത് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞ രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മള് നമ്മുടെ എന്താ പറയാ, നമ്മളെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിയാണ് ചെയ്യാതുകൊണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഈ വീഡിയോ ഒരു ബിസിനസ് ഓണർ കണ്ട അവർക്ക് സ്വന്തം ചെയ്തൂടെ? സ്വന്തം ചെയ്യാം. വേറൊരു ഡിജിറ്റൽ മാർക്കറ്റ് വെക്കാനോ അവർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ശരിക്കില്ല, അവർക്ക് തന്നെ ചെയ്യാം.
ഓക്കെ ഇത് ഇവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അവർക്ക് അല്ലേ? ഓക്കെ. ഓക്കെ. പിന്നെ ബാക്കിയുള്ള കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളുണ്ട്. അത് എന്താ പറയാ, അത് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ പിന്നെ ചിലപ്പോൾ വേണ്ടി വരും. അല്ല ഞാൻ പ്രൊഫൈല് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അല്ല ഈ വീഡിയോ കണ്ടാൽ ഈ വീഡിയോ കണ്ട പ്രൊഫൈല് കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് നോക്കി നോക്കാം എങ്ങനെയാണ് ഒരു മാപ്പിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കി നോക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ടോടെ ഗൂഗിൾ മൈ ബിസിനസ് നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് കാണുന്ന റിസൾട്ട് ഉണ്ടല്ലോ അതിലേക്ക് കയറുക. ഫസ്റ്റ് കാണുന്ന ലിങ്ക്. ഓക്കെ. എന്നിട്ട് ഇവിടെ സൈൻ ഇൻ കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ബിസിനസിന്റെ എന്ത് ചെയ്യുക, തൽക്കാലം വേറെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. വെസ്ലൻ കൊടുക്കാം അല്ലേ? അപ്പൊ നമ്മളെ വെസ്ലൻ എന്നുള്ള പേരിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് നമ്മുടെ ബിസിനസ് ഏത് തരത്തിൽ വരുന്ന ബിസിനസ്സാണ്, ഓൺലൈൻ റീറ്റെയിൽ ആണോ, അതേപോലെ ലോക്കൽ സ്റ്റോർ ആണോ, സർവീസ് ബിസിനസ് ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ അറിയുന്ന ആയിരിക്കും. ഇപ്പൊ ലോക്കൽ സ്റ്റോർ എന്താ നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, ആ ലോക്കൽ ആണോ, അതുപോലെ ഓൺലൈൻ റീറ്റെയിൽ ആണോ, റീറ്റെയിൽ ആണോ, ഹോൾസെയിൽ ആണോ എന്നുള്ള രീതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഇവിടെ കൊടുക്കുക. ഇവിടെ നമ്മൾ വരുന്ന ഏതാണ്, സർവീസ് അല്ലേ? ഓക്കെ. ഇതിൽ പിന്നെ നമുക്ക് ഓൺലൈനും സ്റ്റോറും റീറ്റെയിൽ സ്റ്റോർ എല്ലാം ഉണ്ടല്ലോ, ലോക്കൽ സ്റ്റോർ ഉണ്ടല്ലോ. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അതിൽ നമുക്ക് ലോക്കൽ സ്റ്റോർ ഉണ്ട്. ഓക്കെ. പിന്നെന്താ, ഓൺലൈനായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൊടുക്കാം. ഓക്കെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, വെബ്സൈറ്റ് കൊടുക്കാം. നമ്മുടെ വെസ്ലന്റെ വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നു, www.weslan.com. നിങ്ങൾക്ക് ഇല്ല വെബ്സൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്കിപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സ്കിപ്പ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ ബിസിനസ് കാറ്റഗറി നമ്മൾ ഏതായിരുന്നു, നമ്മൾ എഡ്യൂക്കേഷനാണ്. നമ്മൾ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരുപാട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരുപാട് കാറ്റഗറീസ് നമ്മൾ കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോമ്പറ്റീറ്റർ അനാലിസിസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ കോമ്പറ്റീറ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റിസർച്ച് ചെയ്യണം. അവർ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ അതിൽ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് ഇതുകൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൊക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ ഇന്ത്യ, അതേപോലെ നമ്മളെ സ്ട്രീറ്റ് അഡ്രസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നമ്മുടെ അഡ്രസ് എവിടെ വരിക, എന്തെങ്കിലും ഇപ്പോൾ തൽക്കാലം നമ്മളിവിടെ കാലിക്കറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ സിറ്റി കാലിക്കറ്റ് സ്ട്രീറ്റ് മാറ്റി കൊടുത്താൽ മതി. കുഴപ്പമില്ല, തൽക്കാലം സ്ട്രീറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. അത് കുഴപ്പമില്ല, കാലിക്കറ്റിന് മതി. ഇവിടുത്തെ പിൻകോഡ്, കാലിക്കറ്റത്തെ പിൻകോഡ് എത്രയായിരുന്നു, കാലിക്കറ്റത്തെ പിൻകോഡ് നമുക്ക് ഓക്കെ വെക്കാം. ഈ കാലിക്കറ്റ് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഉള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തുണ്ട്, തൊട്ടടുത്ത് ഗൂഗിൾ ഉണ്ട്. ഗൂഗിൾ എന്ത് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടും. സെർച്ച് ചെയ്യാം, കണ്ടെത്താം, പഠിക്കാം. അത്രേ ഉള്ളൂ. അതെ. അതായത് ഇപ്പം നമ്മൾ കാലിക്കറ്റത്തെ പിൻകോഡ് എടുക്കുക, നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. സ്റ്റേറ്റ് എന്താ, കേരള. അപ്പം നമ്മൾ കേരള എന്ന് കൊടുക്കുക. ഓക്കെ. ഇവിടെ നമുക്ക് ഇത് വരും, നമ്മളെ ലൊക്കേഷൻ വരും, ഇവിടെ ഓണായി വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇപ്പം നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ എന്ത് ചെയ്യാം കൊടുക്കുക. അത് കൊടുക്കുന്ന നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, കറക്റ്റ് ആയിട്ടുള്ളൊരു നമ്പർ തന്നെ ആയിരിക്കണം. ഓക്കെ. അതിലേക്ക് എന്തെങ്കിലും വെരിഫിക്കേഷൻ കോഡ് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അത് ഇതിലേക്ക് അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. വെരിഫിക്കേഷൻ കോഡ് വരും. അതെ. ഇപ്പോൾ ഫോണിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ആ ഒരു വെരിഫിക്കേഷൻ കോഡ് എന്ത് ചെയ്യുക, നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. എവിടെ എല്ലാം വരും. അതായത് ഇപ്പം നമ്മൾ എന്ത് ചെയ്യണ്ടേ, അവസാനം
ഇവിടെ നമ്മളെ സർവീസുകൾ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുക്കാം. ഓക്കെ, അത് നിങ്ങൾ ഇപ്പം നമ്മൾ കൊടുക്കണില്ല, അതിനനുസരിച്ച് നിങ്ങൾ കൊടുത്താൽ മതി. എന്താ നിങ്ങളുടെ ബിസിനസ് സർവീസ് ഇപ്പം നമ്മൾ സ്കിപ്പ് കൊടുത്ത് വിടുകയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത് നമ്മുടെ ഡേയ്സ്, അതായത് വർക്കിംഗ് ഡേയ്സ്, ഏതൊക്കെ ദിവസമാണ് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. അതായത് ഓരോ ദിവസവും എത്ര ടൈം മുതൽ എത്ര ടൈം വരെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ വർക്കിംഗ് ടൈം എത്രയാന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ അത് നമുക്ക് 24 hour അങ്ങനെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കാം. ഇനിയിപ്പോൾ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 ഓക്കെ 6 വരെ. അപ്പോൾ ഓരോ സ്ഥാപനത്തിൻ്റെ എന്ത് ചെയ്യുക, ഇതേപോലെ നോക്കി നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഒന്ന് പിന്നെ ഒരു ആഡ് ചെയ്തോളൂ. ഓക്കെ, ഇപ്പം എന്ത് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഡിസ്ക്രിപ്ഷന് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. എന്താണ് നമ്മുടെ ബിസിനസ്, എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് പോകുന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കുക. അതിന് വേണ്ടി നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്താലും ഇഷ്യൂ ഇല്ല. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ സ്കിപ്പ് കൊടുത്ത് വിടുകയാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ നമുക്ക് വരും എന്ത്, ഫോട്ടോസ് ആഡ് ചെയ്യാനായിട്ട്. അതായത് ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാണുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ ബിസിനസിന്റെ. ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോസ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ലോക്കൽ കണ്ടന്റ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതായത് ഇപ്പൊ നിങ്ങളുടെ ബിസിനസിന്റെ ഉള്ളിലുള്ള ഫോട്ടോസും, അതേപോലെ നിങ്ങളുടെ പ്രൊഡക്റ്റായി ബന്ധപ്പെട്ട ഫോട്ടോസും, നിങ്ങളുടെ സർവീസായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസും, നിങ്ങളെ സ്റ്റാഫിന്റെ അവിടെ നടക്കുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസും, പിന്നെ ഓഫീസിന്റെ ഉള്ളിലുള്ള എക്സ്റ്റീരിയറും അതുപോലെ ഇന്റീരിയറും എല്ലാം നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഉള്ളിലും പുറത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫോട്ടോസിൽ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നല്ല രീതിയിൽ ലോക്കൽ കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും, നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ഒരു എന്താ പറയാ, ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ഫർണിച്ചർ കട നിങ്ങൾക്ക് കാണണം. നിങ്ങളൊരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ കസ്റ്റമർ എന്ന രീതിയിൽ നിങ്ങൾ ഫർണിച്ചർ കട എവിടെയാന്നുള്ളത് സെർച്ച് ചെയ്ത് മുമ്പ് ഒരു വെബ്സൈറ്റ് കിട്ടി, അല്ല ഒരു ലോക്കലി നിങ്ങൾ കാണുന്ന കോഴിക്കോടിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫർണിച്ചറാണ് നിങ്ങൾ കാണുന്നെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് നോക്കി നിങ്ങൾ ആദ്യം നോക്കുന്നത് എന്തായിരിക്കും, അവിടുത്തെ ഇമേജസ് ആണ്. ഇമേജിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, എന്തൊക്കെയാണുള്ളത്. അപ്പോൾ സ്റ്റാഫിൻ്റെ ഫോട്ടോ, പിന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കുന്നത് അതായിരിക്കും. പിന്നെ റിവ്യൂസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ റിവ്യൂസിന് തൊട്ട് മുമ്പ് നിങ്ങൾ നോക്കുന്നത് ഇമേജ് ആയിരിക്കും. അപ്പോൾ ആ ഇമേജ് എന്ത് ചെയ്യുക, പ്രോപ്പറായി നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ചില ബിസിനസ്സിലൊക്കെ എന്ത് ചെയ്യും, ഇവര് ആകെ 2 വീഡിയോസ് ഉണ്ടാവും, അതും പ്രോപ്പർ അല്ലാത്ത എന്തായിരിക്കും, ഇമേജസ് ആയിരിക്കും. അപ്പൊ അതുപോലെ ആഡ് ചെയ്യാതെ ഒരു പ്രൊഫഷണൽ രീതിയിൽ നല്ല രീതിയിൽ ആഡ് ചെയ്ത് പോവാം അല്ലേ? അതെ. ഓക്കെ, പിന്നെ ഇത് നമ്മളെ ഗൂഗിൾ ആഡ്സിന്റെ ആണ്. ഇതിലൂടെ നമുക്ക് 20,000 റുപ്പീസ് നമുക്ക് എന്ത് ക്ലെയിം ചെയ്തെടുക്കാന്നുള്ളതാണ്. അതായത് 20,000 റുപ്യ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് നമുക്കിപ്പോ മനസ്സിലായില്ല. അതായത് ഇത് ഗൂഗിൾ ആഡ്സിന്റെ ആണ്. ഇത് നമ്മൾ ഇതിൽ നോക്കണ്ട, അതിൽ ആഡ് റണ്ണ് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രമുള്ള കാര്യമാണിത്. ഓക്കെ, ഗൂഗിൾ ആഡ് അത് നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മൾ ഗൂഗിൾ ആഡ്സിനെ പറ്റിയിട്ട് നമ്മൾ ഫുള്ള് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ വേണ്ട, ഇപ്പൊ നമ്മളതിനെ കുറിച്ച് ചിന്തിക്കണ്ട. നമ്മളിതിപ്പോ എന്ത് ചെയ്യാ, സ്കിപ്പ് ചെയ്ത് പോവാ. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വെരിഫൈ ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മളിനി വെരിഫിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ മൊബൈൽ വെരിഫിക്കേഷന് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. നമ്മളിതിൽ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്ത് എടുക്കാനുണ്ട്. ഇവിടെ നമ്മുടെ ഇത് ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇത്ര ഉള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നമ്പറൊക്കെ പെൻഡിങ് ആണ്. ഇത് മിനിമം 14 ദിവസം ആവും ഒരു അക്കൗണ്ട് വെരിഫൈ ആയി വരാനായിട്ട്. ഓക്കെ, ഫുള്ളായിട്ട് നമുക്ക് വെരിഫൈ ചെയ്ത് കിട്ടാനായിട്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാനായിട്ട് സെപ്പറേറ്റ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിയിട്ട് എന്താവശ്യമാണ് നമുക്കുള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ ഒരു മെയിനായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഗൈഡ് ലൈൻസ് ആണ്. ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഗൈഡ് ലൈൻസിനെ കുറിച്ച് നല്ല രീതിക്ക് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇതെല്ലാം നമ്മൾ ഇതിൽ തന്നെ ഉണ്ട്. ഗൈഡ് ലൈൻസ് എന്താന്നുള്ളതൊക്കെ ഈ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഗൈഡ് ലൈൻസ് അതായത് ചില തരത്തിലുള്ള ഇമേജസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ചില ഇഷ്യൂ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നെയിം ചേഞ്ച് ചെയ്തു, പെട്ടെന്ന് നെയിം ചെയ്തതിന്റെ നമ്മുടെ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അത്. പിന്നെ അതേപോലെ ചില നമ്പറുകൾ നമുക്ക് വെരിഫൈ ചെയ്ത് കിട്ടില്ല, അപ്പൊ ആ നമ്പർ വെരിഫൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഉണ്ടാവും ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾക്കും എന്താ ഇതിപ്പോ പെട്ടെന്ന് തന്നെ ഇത് വെരിഫൈ ആയി കിട്ടിയിട്ടുണ്ട്, പക്ഷെ എല്ലാ അക്കൗണ്ടും ഇതേപോലെ വെരിഫൈ ചെയ്ത് കിട്ടൂല. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള ടൈം എടുക്കും. ഏകദേശം എത്ര വരും, 14 ദിവസമാണ് ഏകദേശം എടുക്കുന്ന ടൈം വെരിഫൈ ആവാൻ. അതായത് നമ്മുടെ ഗൂഗിളിൽ നമുക്കൊരു പോസ്റ്റ് വഴി ഈ അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യും, ഒരു OTP നമുക്ക് പോസ്റ്റ് വഴി വരും. ആ പോസ്റ്റിൽ നിന്ന് എടുത്തുള്ള OTP നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അടിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇത് വന്ന്, പക്ഷെ എല്ലാവരും ഇതേപോലെ വരാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് എന്തെങ്കിലും പറ്റും, പ്രൊഫൈൽ സ്ട്രെങ്ത് കാണാൻ. അതെ, പ്രൊഫൈൽ സ്ട്രെങ്ത് കാണാൻ പറ്റും. മോശമാണ്. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് ആയതുകൊണ്ടാണ് വളരെ മോശമായിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ കംപ്ലീറ്റ് പ്രൊഫൈൽ എന്നുള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മള് എന്താണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് വരാവുന്നതേ ഉള്ളൂ. നിങ്ങളെ പ്രൊഫൈലിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്രത്തോളം നിങ്ങളെ സ്ട്രെങ്ത് കൂട്ടുക, നല്ല 100% ആക്കാൻ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഗൂഗിൾ മൈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുക. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഗൈഡ് ലൈൻസ് എന്തെങ്കിലും തെറ്റിക്കാതിരിക്കുക, പിന്നെ ആവശ്യമില്ലാത്ത ഇമേജ് അപ്ലോഡ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അത് എന്ത് ചെയ്യുക, ആ ഗൈഡ് ലൈൻസ് എന്താണെന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ആ ഗൈഡ് ലൈൻസ് ഒക്കെ കുറേ ഉണ്ടാവും, പല മൾട്ടിപ്പിൾ. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്പേഴ്സ് ആയിരിക്കും, നെയിം ആയിരിക്കാം, ഇമേജ് ആയിരിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക ഇരുന്നിട്ട്. കാരണം നിങ്ങൾ കുറച്ച് പണിയെടുത്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സംഭവം, ഒരു റിസ്ക് എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു നല്ല രീതിയിൽ ബിസിനസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ആദ്യം ഇതുപോലെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക, എന്നിട്ട് ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഇങ്ങനെ പോയാൽ മതി. ഇനി ഗൈഡ് ലൈൻസിന് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് അതും ഒരു വേറെ വീഡിയോ ഒക്കെ അതിന് വേണ്ടി തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഫുൾ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യാം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സംഭവം ഉണ്ടാക്കുമ്പോൾ നമുക്ക് തെറ്റ് പറ്റും. അതിപ്പോ വേർഡ് പ്രസ് സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അറിയാം, കുറെ പേര് നമുക്ക് ചോദിക്കാറുണ്ട് ഇഷ്യൂസ് വരുന്നുണ്ട് എന്നുള്ളത്. സംഭവം തെറ്റും, അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടാവും, നിങ്ങൾ അത് റെഡി ആക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ തന്നെ നിങ്ങൾ പിന്നെ അതിൽ തറായിരിക്കും, നല്ല പക്കയായിട്ട് നിങ്ങൾക്ക് പിന്നീട് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിലേക്ക് നമുക്ക് കയറി ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചോദിക്കുന്നുണ്ട്, അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലേ? അതെ, കൊടുക്കുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഇനിയും നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവരും പഠിക്കട്ടെ. അവർക്ക് എല്ലാവർക്കും ഈ ബിസിനസ് ഓണേഴ്സും അവരും കാണാം, അവർക്കും വേണ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത്. ഈ പറഞ്ഞ ടോപ്പിക്ക്, അതായത് പുറത്ത് ഒരു ഫ്രീലാൻസ് എന്നുള്ള രീതിയിൽ എടുക്കാതെ നിങ്ങൾക്ക് തന്നെ സ്വന്തം ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സ്റ്റാഫിനൊക്കെ പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും എന്ത് ചെയ്യാം, നിങ്ങളുടെ ബിസിനസ് ആ രീതിയിൽ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാഫിനാണെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ ഈ വീഡിയോസ് കണ്ടാൽ മതി. ഇനി ഇതിന്റെ കണ്ടിന്യൂസ് എന്ത് ചെയ്യും, അടുത്ത വീഡിയോസിലൊക്കെ വരും, അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ ഇത് കഴിഞ്ഞാൽ എന്താ, ഇത് ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ഇത് ചെയ്ത് നോക്കുക. അതായത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ മൊത്തം എന്ത് ചെയ്യാ, ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് എന്താ ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക് ആയി കാണാം. കീപ് വാച്ചിങ്. ഓക്കെ.